विष्णुर्वषट्कारो भव्यभवत्प्रभु भूतकृत् भावो भूतात्मा भूतभावना भूतात्मा परमात्मा च भूतानां പ്രമോദരഹായ പറഞ്ഞേ. ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി ഒരു യാത്രയിലാണ് പോകുന്നത്. കുംഭമേള, അന്ന് പ്രയാഗ്രാജിലുള്ള കുംഭമേളയല്ല, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ കുംഭമേളയ്ക്കാണ് നമ്മൾ പോകുന്നത്. മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിന്റെ അടുത്ത് നടക്കുന്ന കുംഭമേള 271 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ ഇത് നടക്കുന്നത്. പണ്ട് ഇത് നടന്നിരുന്നത് മഹാമാഘ ഉത്സവം നടന്നിരുന്നത് തിരുനാവായ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട്, മലപ്പുറം ജില്ലയിലെ തിരുനാവായ ക്ഷേത്രത്തിന്റെ അടുത്ത് നിളാ തീരത്താണ് ഇത് നടന്നിരുന്നത്. അപ്പൊ മഹാമാഘ ഉത്സവം പിന്നീട് അത് ചുരുങ്ങി മാമാഘം എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ മാമാഘം നടക്കുമ്പോൾ അവിടെയുള്ള കളരി, അതായത് ഈ ചേകവരുടെ നാടായിരുന്നല്ലോ, അപ്പൊ ഒരുപാട് കളരികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ രാജാവ് ആ സമയത്ത് വള്ളുവൻ നാട്ടിലെ രാജാക്കന്മാരും നാടുവാഴി തമ്പുരാന്മാരും ഒക്കെ വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഈ കളരി നടത്തുന്നവർ അവരവരുടെ ടാലന്റ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അവർ ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും. ഈ ടാലന്റ് ഷോയിൽ ജയിക്കുന്നവർക്ക്, അതായത് നല്ലപോലെ അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കുന്നവർക്ക് നാടുവാഴി തമ്പുരാന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുമായിരുന്നു. ലൈക്ക് ഭൂമിയൊക്കെ തരുമായിരുന്നു. പിന്നെ യുദ്ധത്തിൽ അവരുടെ സൈന്യത്തിലേക്ക്, അവർക്ക് ഹൈ റാങ്കിലേക്കുള്ള പോസ്റ്റിംഗ് ഒക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് കാലത്തിന് ശേഷം ഇത് ഈ ഹൈദർ അലിയുടെ പടയോട്ട സമയത്താണ് ഇത് നിന്നുപോയത്. അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിപ്പോ നടത്താൻ അവർ തീരുമാനിച്ചതും നടക്കുന്നതും. അപ്പൊ ആ സമയത്ത് മാമാങ്കം നടന്നുകൊണ്ടിരുന്ന സമയത്ത് നോട്ട് ഓൺലി ഈ കളറി പ്രദർശനം മാത്രമല്ല, ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് അവിടെ എല്ലാവരും കാർഷിക ഉൽപ്പന്നങ്ങൾ, അവരവരുടെ വ്യവസായത്തിൽ ഉണ്ടാവുന്നത് വാണിജ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ അവിടെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. വലിയൊരു സംഭവമായിരുന്നു. കേരള നാട്ടിൽ നിന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ വന്ന് അവരവരുടെ ഉൽപ്പന്നങ്ങൾ, ട്രേഡിങ്ങിന് വേണ്ടി ആൾക്കാർ വന്നിരുന്നു. മൃഗങ്ങൾ ട്രേഡ് ചെയ്യുമായിരുന്നു, കാർഷിക ഉൽപ്പന്നങ്ങൾ ട്രേഡ് ചെയ്തായിരുന്നു. പിന്നെ ഈ കൈത്തറി, അവരവരുടെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം അവരുടെ ട്രേഡിങ്ങിന് വേണ്ടി വന്നുകൊണ്ടിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കുംഭമേള തന്നെയായിരുന്നു. പിന്നെ ഐതിഹ്യം പ്രകാരമാണെങ്കിൽ ഇത് ഇപ്പോൾ പ്രയാഗ്രാജിലെ കുംഭമേളയാണെങ്കിൽ ത്രിവേണി സംഗമമാണ്. 3 നദികളുടെ, ഗംഗ, യമുന, സരസ്വതി 3 നദികളുടെ സംഗമമാണ്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ കേരളത്തിൽ നമുക്ക് ഈ മാമാങ്കം നടക്കുന്നത് ത്രിമൂർത്തി സംഗമമാണ്. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേഷ്. കരയുടെ ഇക്കരെ തിരുനാവായ ക്ഷേത്രം, അതായത് നിളാ നദിയുടെ തീരത്ത് ഇക്കരെ തിരുനാവായ ക്ഷേത്രം മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടുള്ളതും, നിളാ നദിയുടെ അപ്പുറത്തെ സൈഡില് ബ്രഹ്മാവിന്റെ ക്ഷേത്രവും ശങ്കരനാരായണ, അതായത് മഹാദേവന്റെ ക്ഷേത്രവും. അപ്പം ഈ ബ്രഹ്മാവ് ഈ സ്ഥലത്ത് വന്നിട്ടാണ് തപസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് തവനൂർ എന്ന പേര് വന്നത്. പിന്നീട് തവനൂർ എന്ന് അറിയപ്പെട്ടത്. അപ്പം ഇപ്പം നമ്മൾ പോകുമ്പോഴത്തേക്ക് നിളാ നദി, അതായത് നമ്മുടെ ഭാരതപ്പുഴയാണ് നിളാ നദി. ഭാരതപ്പുഴയ്ക്ക് ഭാരതപ്പുഴ എന്ന പേര് വരാൻ തന്നെ കാരണം 7 നദികളുടെ തീർത്ഥ ജലം ഇതിനകത്തുണ്ട് എന്നാണ് വിശ്വാസം. അങ്ങനെയുള്ള സ്ഥലത്ത്, അതായത് ഈ മഹാദേവനും ബ്രഹ്മാവും വിഷ്ണുവും കൂടി ചേരുന്ന ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, നിളയുടെ ഒരു ഭാഗം, അവിടെ ഭയങ്കര എനർജിയാണ്.
12 വർഷത്തിൽ ഒരിക്കൽ ഇത് ചെയ്യുന്ന ഉത്സവം, മാമാങ്ക ഉത്സവം. അവിടെ പോയിട്ട് ആ സമയത്ത് നിളാർത്തി തൊഴുക, പിന്നെ നിളാസ്നാനം ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പുണ്യമാണെന്നാണ് അവിടെയൊക്കെ വിശ്വാസം. അപ്പൊ അങ്ങനെ നമ്മളും, അതായത് ഇത്രയും പേരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് നേരെ നമ്മള് മലപ്പുറം തിരുനാവായ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ തൊഴുത് പിന്നെ അവിടെ ഇപ്പോൾ താൽക്കാലിക ഒരു പാലം പണിതിട്ടുണ്ട് തവനൂരിലേക്ക്, അതായത് നിളാനദി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാനുള്ളത്. അവിടെ പോയി നമ്മളൊരു നിലാസ്നാനമൊക്കെ ചെയ്ത് അവിടെ 2 അമ്പലമുണ്ട്, അതൊക്കെ തൊഴുത് അടുത്ത വൈകുന്നേരം 7 മണിക്കാണ് നിളാരത്തി ഉള്ളത്. അപ്പം നിളാരത്തിയും കണ്ട് തിരിച്ചു വരാം. ചിലപ്പോൾ രാത്രിയാവുമായിരിക്കും തിരിച്ചു വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരുങ്ങി പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് പോകുന്ന വഴി ബാക്കി വീഡിയോ കാണാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങൾ കയ്യിൽ എടുത്തിട്ടുണ്ട് ഭക്ഷണം. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കഴിച്ചിട്ട് വയറ് ചീത്തയാക്കണ്ടല്ലോ. അങ്ങനെ അത് ഞങ്ങൾ ഇനി പോകുന്നവയാണ്. വരാപ്പുഴയായി പോവാണ്. സമയം ഇപ്പം ഏകദേശം 11:30 ഞങ്ങള് കൊടുങ്ങല്ലൂർ എത്താറായി. എത്ര ആയിട്ടുള്ളൂ തീരുന്നില്ല. വളരെ ടയർസമായിട്ടുള്ള യാത്രയാണ്. പക്ഷേ നമ്മുടെ നല്ല ബിസിയാണ്. മണിയിപ്പം 1:30. ഞങ്ങള് ഇനിയൊരു 3/4 മണിക്കൂർ ഇനിയും ഉണ്ട്. പക്ഷെ നല്ല റോഡായതുകൊണ്ട് ആദ്യം ഞങ്ങൾ തിരുനാവായ ക്ഷേത്രത്തേക്ക് പോകാനാണ് ഇരുന്നത്. പക്ഷെ പോയിട്ട് വന്നവർ ഒരുപാട് പേര് നമ്മളോട് സജസ്റ്റ് ചെയ്തത് തിരുനാവായക്ക് പകരം നിങ്ങൾ തവനൂർക്ക് ചെല്ലുന്നു. അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ നിന്ന് നിളാരത്തിയും കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ തിരിച്ചു വരാം. കാരണം തവനൂരിൽ നിന്ന് തിരുനാവായ ക്രോസ് ചെയ്യണമെങ്കിൽ താൽക്കാലിക പാലമേ ഉള്ളൂ. അവിടെ നല്ല റഷാണ്. അറ്റ് എ ടൈം 150 പേരെ കടത്തി വിടുന്നുള്ളൂ. അപ്പം എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞ് നിളാർത്തി തൊഴാൻ വേണ്ടി ഇക്കരെ വരാൻ ഒട്ടും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തവനൂർക്ക് തന്നെ പോയി വണ്ടി പാർക്ക് ചെയ്യാന്ന് പറഞ്ഞു. പാർക്കിംഗ് ഏരിയയുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ തവനൂർക്ക് എത്തി. മാമാങ്കം നടക്കുന്ന സ്ഥലം. അപ്പം ഈ മാമാങ്കത്തിൻ്റെ മെയിൻ സംഘാടകരിൽ ഒരാളാണ് നമ്മുടെ മാതാ അമൃതാനന്ദമയി മഠം. അപ്പം അവിടുത്തെ ആചാര്യന്മാരും സ്വാമിമാരും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവരുടെ വക പൂജയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ, അതായത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്
വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. ഈ ഒരു സാധനം കണ്ടില്ലേ, ഇത് ഇവിടെ താൽക്കാലികമായിട്ട് ടെമ്പററി ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. ഇനി ഇവിടെ നിന്ന് നമുക്കൊരു 1.5 കിലോമീറ്റർ എങ്കിലും നടക്കാനുണ്ട് കേട്ടോ. ഈ മണലിലൂടെ നമുക്ക് അങ്ങ് നടന്ന് നിളാ തീരം വരെ എത്തണം. അവിടെയാണ് മെയിൻ നിള ആർത്തി നടക്കുന്നത്. കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ. അങ്ങനെ നടന്ന് നമ്മളിതേ നിളാ തീരത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്തായാലും ഒന്ന് നിളാ സ്നാനവും കൂടി ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഈ ബാഗൊക്കെ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ബാച്ച് വൈസ് ആയിട്ട് 4 പേരായിട്ട് നമുക്ക് പോയി മുങ്ങിയിട്ട് വരാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ അവിടെ വെച്ച് ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് ബാച്ച് വൈസ് പോയി മുങ്ങിയിട്ട് വന്നു കേട്ടോ. ആ കൊടി വച്ചിരിക്കുന്നില്ലേ അവിടെ വരെ നമുക്ക് സേഫായിട്ട് പോയിട്ട് വെള്ളത്തിലിറങ്ങാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഴം കൂടുതലാണ്. അപ്പോൾ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മളെ പോകാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ആ കമ്പിയൊക്കെ പിടിച്ച് നമുക്ക് വേണമെങ്കിൽ മുങ്ങി എണിക്കാം. പവിത്രമായ നിളാനദിയിൽ അതെ എൻ്റെ പുറകെ കാണുന്നില്ലേ, ഇത്രയും റഷ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ സമയം 3:30 ആയിട്ടുള്ളൂ. ഇത്രയും റഷ് ഉണ്ട്. എൻ്റെ പുറകിൽ ഈ കാണുന്ന സ്ഥലമല്ലേ, ഇവിടെയാണ് വൈകിട്ട് നിള ആർത്തി നടക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നിളാസ്നാനം കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ അവിടെ പോയി മുങ്ങി കുളിച്ച് ഇവിടെ ലേഡീസിന് അതിൻ്റെ പുറകെ കാണാം. ഇവിടെ ചേഞ്ചിങ് റൂമാണ്. ഇതിനകത്ത് ഈ ടെൻറ്റ് കെട്ടി തന്ന ടെമ്പററി ആയിട്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലേഡീസിനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സ് വണ്ടി വെച്ച് മറന്നു. അപ്പം ആൾ പോയിട്ടുണ്ട് കൊണ്ടുവരാൻ വേണ്ടി. അത് കണ്ടിട്ട് വേണം എനിക്ക് ചേഞ്ച് ചെയ്യാൻ. വെയിറ്റ് ചെയ്യാണ് എൻ്റെ ഡ്രസ്സിന് വേണ്ടിയിട്ട്. പക്ഷേ ഓൾറെഡി ഇപ്പോൾ എല്ലാം തന്നെ നല്ല ചൂടിൽ തന്നെ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഡ്രസ്സ് മൊത്തം ഉണങ്ങിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഉണങ്ങിയിപ്പോൾ പൊതുവേ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ദിവ്യ എൻ്റെ ഡ്രസ്സുമായിട്ട് ബാഗ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അപ്പം ഞാനിനി അകത്തോട്ട് പോയി വന്നിട്ടുണ്ട്. ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. വെള്ളം ഒന്നും പോരാനില്ല. അതെ. അപ്പം ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പുറകിൽ ഈ കാണുന്നതാണ് തിരുനാവായ ക്ഷേത്രം. ഇവിടെ നടുക്ക് നിളാ നദിയാണ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കരെയാണ് തിരുനാവായ ക്ഷേത്രം. അപ്പം ഇവിടെയാണ് നിള ആരതി നടക്കാൻ പോകുന്നത്. ദൂരെ അവിടെയാണ് താൽക്കാലികമായി പാലം പണിതിരിക്കുന്നത് കേട്ടോ. ആ ഭാഗത്തുനിന്ന് നമുക്ക് വരാൻ ഭയങ്കര പാടായിരിക്കും. കാരണം പാലം ടെമ്പററി കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ജസ്റ്റ് 150 ആൾക്കാരെ അറ്റ് എ ടൈം അവർ കടത്തി വിടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇരുന്നിരുന്ന് എല്ലാവരും ക്ഷീണിച്ച് പുറകിൽ ഓരോരുത്തരായിട്ട് എണീറ്റ് നിന്ന് തുടങ്ങി. അപ്പോൾ ഇപ്പം 7 മണിക്കാണ് നിള ആർത്തി തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ സമയം 6:15. ഹര ഹര മഹാദേവ്, ഹര ഹര മഹാദേവ്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്.
കുറച്ച് സമയത്തിനകം ഉടനെ ഇവിടെ ആരത്തി നടക്കാൻ പോവാണ്. അപ്പം അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് ആരത്തി നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഇത്രയും ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പൊ ആ മത്ത് ദീപ് ആഹാ ആ ചന്ദ്രത്തിന്റെ മണത്തിന് ഓ തിരിച്ചു പോവാനുള്ള തിരക്കാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു, ആർട്ടിഫിഷ്യൽ പോണ്ട്, അവിടെയാണിത്. ഇവിടെയും വൈകുന്നേരം ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ ചെറിയ രീതിക്ക് നിളാർത്തി കാണിക്കുന്നുണ്ട്. കാരണം അത്രയും ദൂരം നടക്കാൻ പറ്റാത്ത പ്രായമായവർക്കൊക്കെ വേണ്ടിയിട്ട് ദർശനത്തിന് വേണ്ടിയിട്ട് ഇവിടെയും ചെറുതായിട്ട് നടത്താറുണ്ട്. മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന്റെ പുറത്താണിത്. ഇവിടെയാണ് മഠത്തിന്റെ, അതായത് അമൃതാനന്ദമയി മഠത്തിന്റെ ആചാര്യന്മാർ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഇതുപോലത്തെ കൾച്ചറൽ പ്രോഗ്രാംസും, തിരുവാതിര, ഇതുപോലെ കൈക്കൊട്ടിക്കളി, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഇവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആരത്തിക്ക് ശേഷം ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഇവിടെ. അങ്ങനെ കുംഭമേള നിളാർത്തി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടി കയറിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ആ തിരക്ക് കാരണം ഞങ്ങൾക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. റോഡ് മുഴുവനും ജനം, അത്രയ്ക്കും ജനം ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും സേഫായിട്ട് വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് പോവാണ്. അപ്പം എന്തായാലും ഫ്രണ്ടിലുള്ള വണ്ടികളൊന്ന് പോയി തരണം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എന്ത്. ഈ കിടക്കുന്ന മൊത്തം ട്രാവലറാണ്. പല പല ദേശത്തേക്ക് പോകാനുള്ള പല പല വണ്ടികളാണ്. ശരിക്കും ഒരു മാമാങ്കം തന്നെയായിരുന്നു കേട്ടോ. ബായ് പറഞ്ഞേ, ബായ്. എനർജി ഇല്ലല്ലേ. അപ്പൊ ശരി, വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.